ഇപ്പോൾ നമ്മോടൊപ്പം ബിജു കൃഷ്ണനുണ്ട്. CPM-ന്റെ പുതിയ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. കൺഗ്രാജുലേഷൻസ്. പലരും പ്രകാശ് കാരാട്ടിനോടാണ് ബിജു കൃഷ്ണനെ ഉപമിക്കുന്നത്. മലയാളിയാണ്, കരിവെള്ളൂരുകാരനാണ്, ഡൽഹിയിൽ ആണ്, പക്ഷേ നന്നായിട്ട് മലയാളം സംസാരിക്കുകയില്ല അല്ലേ? മലയാളത്തിൽ സംസാരിക്കും. മലയാളം സംസാരിക്കുമല്ലോ, സംസാരിക്കും. മലയാളം സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ മലയാളം സംസാരിക്കും. 10ഓളം ഭാഷകൾ സംസാരിക്കും. അതെനിക്കറിയാം. പിന്നെ എന്താണ് പുതിയ ദൗത്യമായി കാണുന്നത്? പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലേക്ക് വരുമ്പോൾ അടുത്ത ചുമതലയായി എന്താണ് കാണുന്നത്? ഒന്ന്, ഏറ്റവും വലിയ ഒരു ചുമതല ഈ പുതിയ കേന്ദ്ര കമ്മിറ്റിക്ക് വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരെയും കോർപ്പറേറ്റ് കൊള്ളക്കാർക്കെതിരെയും വലിയ സമരം ഉയർത്തിക്കൊണ്ടുവരാൻ, പാർട്ടിയുടെ കൂടുതൽ ശക്തിപ്പെടുത്തുക, എല്ലാ സംസ്ഥാനങ്ങളിലോട്ടും വ്യാപിപ്പിക്കുക. അത് ഒരു നഷ്ടപ്രതാപം വീണ്ടെടുക്കുക എന്നുള്ള വലിയ ടാസ്ക് ബംഗാളിലും ത്രിപുരയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പുതിയ സമ്മേളനം ഒരു കുറച്ചുകൂടി യങ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു 92-ലെ ചെന്നൈ കോൺഗ്രസുമായിട്ടാണ് താരതമ്യം ചെയ്യാൻ പറ്റുന്നത്. ഒരു പുതിയ നേതൃനിര വരുമ്പോൾ എന്താണ് പാർട്ടിയെ വീണ്ടെടുക്കാൻ ചെയ്യാൻ കഴിയുക? തീർച്ചയായും ഇത് ത്രിപുര ആയാലും പശ്ചിമ ബംഗാളായാലും നമ്മുടെ ശക്തി കേന്ദ്രങ്ങളാണ്. അത് തിരിച്ച് പിടിക്കുക തന്നെ ചെയ്യും. ആ രീതിയിലുള്ളൊരു കോൺഫിഡൻസ് ആണ് അവിടെ നിന്നുള്ള ഡൽഹിയുടെ യൂത്ത്ഫുൾ ആയ ഒരു പാർട്ടിയായി മാറി. തീർച്ചയായും നിരവധി ആൾക്കാർ പുതിയതായിട്ട് കേന്ദ്ര കമ്മിറ്റിയിലോട്ട് വന്നിട്ടുണ്ട്. അത് കേന്ദ്ര കമ്മിറ്റിയിൽ മാത്രമല്ല, എല്ലാ തലത്തിലും 3 ടേംസ് എന്ന ഇത് കാരണം ചെറുപ്പക്കാർ നിരവധി ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ സമ്മേളനം കഴിഞ്ഞ് നേരെ ഡൽഹിക്ക് പോകണോ, അതോ നാട്ടിലേക്ക് വരും? ഞാൻ കേരളത്തിലോട്ട് പോയിട്ട് 2 കർഷക സംഘത്തിൻ്റെ 2 പരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.